അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമാ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങളോട് ഉണർത്താനുള്ളത്, എല്ലാ കുട്ടികളും കിതാബ് മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യണം എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഖസ്ർ എന്ന പാഠമാണ്. കഴിഞ്ഞ പാഠങ്ങളിൽ ഇൻഷാ തുലബീൻ്റെ വിവിധ ഇനങ്ങളെക്കുറിച്ചാണ് വിശാലമായി നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ആ ഭാഗം അവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു ഭാഗം ഖസ്റാണ് പഠിക്കാനുള്ളത്. തഅരീഫുഹു, ഖസ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ തഅരീഫ് നിർവചനം. തുറുഖുഹു, ഖസ്ർ ചെയ്യുന്ന വഴികൾ. തൊറഫാഹു, അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട തൊറഫുകൾ, ഭാഗങ്ങൾ. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. അൽ അംസിലത്തു. ലാ യഫൂസു ഇല്ലൽ മുജിദ്ദു ഇന്നമൽ ഹയാത്തു തഅബുൻ വൽ അർദു മുതഹർരികത്തുൻ ലാ സാബിതത്തുൻ. ലാ യഫൂസു അല്ലേ. അപ്പോൾ ഖസ്ർ എന്ന് പറഞ്ഞ വാക്കർത്ഥം നമുക്കറിയാം. എന്താ ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കൽ എന്നാണ്. ഇവിടെ ഉദ്ദേശം ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിനോട് പ്രത്യേകമാക്കി പറയാം. അതാണ് ഇവിടെ ഖസ്ർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഉദാഹരണം നോക്കി. ലാ യഫൂസു, വിജയിക്കുകയില്ല, ഇല്ലൽ മുജിദ്ദു, ആര് മാത്രം, ആരല്ലാതെ, ഇല്ലൽ മുജിദ്ദു, പരിശ്രമിക്കുന്നവനല്ലാതെ. അപ്പോൾ പരിശ്രമിക്കുന്നവൻ മാത്രമാണ് വിജയിക്കുക എന്നർത്ഥം. പരിശ്രമിക്കുന്നവനല്ലാതെ എന്താവില്ല, മറ്റാളും വിജയിക്കൂല എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുന്നവൻ മാത്രമാണ് വിജയിക്കുന്നത്. അപ്പോൾ പരിശ്രമത്തെ വിജയിക്കുന്നവർക്ക് മാത്രം എന്ത് ചെയ്തു, പ്രത്യേകമാക്കി കൊടുത്തു. അതാണ് ഖസ്ർ എന്ന് പറഞ്ഞത്. രണ്ട്, ഇന്നമൽ ഹയാത്തു തഅബുൻ. ഇന്നമൽ ഹയാത്തു, നിശ്ചയം ജീവിതം എന്ന് പറയുന്നത് തഅബുൻ, അതൊരു ക്ഷീണമാകുന്നു, ക്ഷീണം മാത്രമാകുന്നു. അടുത്തത് അൽ അർളു, ഭൂമിയാകുന്നത് മുതഹർരികത്തുൻ, അത് ചലിക്കുന്നതാണ്. ലാ സാബിതത്തുൻ, അത് സ്ഥിരമായി ഇങ്ങനെ നിൽക്കുന്നതല്ല. നാല്, മൽ അർളു സാബിതത്തുൻ, മൽ അർളു ഭൂമിയല്ല, സാബിതത്തുൻ, അത് സ്ഥിരമായി നിൽക്കുന്നതല്ല. ബൽ മുതഹർരികത്തുൻ, എന്നല്ല, അത് ചലിക്കുന്നതാണ്. മൽ അർളു സാബിതത്തുൻ, ഭൂമി നിശ്ചലമായി നിൽക്കുന്നതല്ല. ബൽ എന്നല്ല, ലാക്കിൻ എങ്കിലും അത് മുതഹർരികത്തുൻ, ചലിക്കുന്നതാണ്. അലദ്ദിജാലിൽ ആമിലീന, പരിശ്രമിക്കുന്ന, ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ മേൽ മാത്രം നുസ്നി, ഞങ്ങൾ പുകഴ്ത്തുന്നു. അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ഒരു കാര്യത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു കാര്യത്തിന് മാത്രം പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് പല രീതികളിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ബഹ്സിൽ പറയുമ്പോൾ വിശദമായി മനസ്സിലാവും. ഇദാ തഅമ്മൽതൽ അംസിലത സാബിഖത, മുൻകഴിഞ്ഞ ഉദാഹരണങ്ങൾ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, റഅയ്ത, നിനക്ക് കാണാം, അന്ന കുല്ല മിസാലിൻ മിൻഹ, ഈ മുകളിൽ പറഞ്ഞ മുഴുവൻ ഉദാഹരണങ്ങളും, യതളമ്മനു, അത് ഉൾക്കൊണ്ടിരിക്കുന്നു, തഖ്സീസ അംറിൻ ബി ആഖറ, തഖ്സീസ അംറിൻ, ഒരു കാര്യത്തിനെ അത് പ്രത്യേകമാക്കുന്നു, ബി ആഖറ, മറ്റൊരു കാര്യവും കൊണ്ട് പ്രത്യേകമാക്കുന്നു. ഫൽ മിസാലുൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം, യുഫീദു, അത് പ്രത്യേകമാക്കുന്നത്, അത് ഫലം ചെയ്യിപ്പിക്കുന്നു, തഖ്സീസൽ ഫൗസി, വിജയത്തെ പ്രത്യേകമാക്കലിനെ, ബിൽ മുജിദ്ദി, പരിശ്രമിക്കുന്നവൻക്ക്. അപ്പോൾ വിജയം എന്നത് അത് പരിശ്രമിക്കുന്നവൻക്ക് മാത്രമുള്ളതാണ്, അവനെ കൊണ്ട് പ്രത്യേകമാക്കുകയാണ്, അതിനെ അറിയിക്കുന്നു. ബിമാന, ഒരു നിലക്ക്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? അന്നൽ ഫൗസ, ഈ വിജയം എന്നത്, ഖാസുൻ, അത് പ്രത്യേകമാണ്, ബിൽ മുജിദ്ദി, പരിശ്രമിക്കുന്നവൻക്ക് മാത്രം. ലാ യതഅദ്ദാഹു, അത് ആ പരിശ്രമിക്കുന്നവനെ വിട്ടുപോവുകയില്ല, ഇലാ സിവാഹു, മറ്റൊരാളിലേക്ക്, ആ പരിശ്രമിക്കാത്തവൻക്ക്, മടിയനിലേക്കൊന്നും വിട്ടുപോകില്ല എന്നർത്ഥം. ആ ഒരു നില. അപ്പം അതിൻ്റെ ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്നർത്ഥം. വൽ മിസാലു സാനി, രണ്ടാമത്തെ ഉദാഹരണം, യുഫീദു, അത് ഫലം ചെയ്യുന്നത്, തഖ്സീസൽ ഹയാത്തി, ജീവിതത്തെ അത് പ്രത്യേകമാക്കുന്നു, ബി തഅബി, എന്തിനോട്, തഅബിനോട്. ബിമാന, ഒരർത്ഥത്തിൽ, ഒരാശയത്തിൽ, ഒരു രീതിയിൽ. അന്നൽ ഹയാത്ത, നിശ്ചയം ജീവിതം എന്നത്, വഖഫുൻ, അത് നിൽക്കുന്നതാണ്, അല തഅബി, ക്ഷീണത്തിൻ്റെ മേൽ. ലാ തുഫാരിഖുഹു, ഒരിക്കലും ആ ക്ഷീണത്തെ വിട്ട് ആ ജീവിതം പോവുകയില്ല, ഇല റാഹ,
ഒരു റാഹത്തിലേക്ക് അത് പോകില്ല എന്ന ഒരു മാനയാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. വഹക്കഥ ഇപ്രകാരം യുക്കാലു നീ പറഞ്ഞോ ഫി ബഖിയത്തിൽ അംസലത്തി ബാക്കിയുള്ള ഉദാഹരണങ്ങളിൽ. അപ്പോൾ ഭൂമിയെ മുതഹരീക്കത്ത് എന്നതിനോട് എന്ത് ചെയ്യുന്നു, പ്രത്യേകമാക്കുന്നു. എന്താർത്ഥത്തിന് ഭൂമി എന്ന് പറയുന്നത് അത് തഹറുക്കിൻ്റെ മേൽ എന്ത് ചെയ്യുന്നു, അത് നിലകൊള്ളുന്നു എന്നർത്ഥത്തിന്. അതേപോലെയല്ല വഇദ അറത്വ ഇനി നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൻ തഅരിഫ അറിയാൻ മനസ്സിലാക്കാൻ മൻഷാഹാദ തഖ്സീസി ഈ ഒരു തഖ്സീസിൻ്റെ ഉറവിടം ഫി ഹാദൽ കലാമി ഈ കലാമിൽ ഈ തഖ്സീസാക്കിയതിൻ്റെ ഉറവിടത്തെ അറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എവിടുന്നാണ് ഈ തഖ്സീസിന് എവിടുന്നാണ് കിട്ടിയതില്ലേ എന്നറിയണമെങ്കിൽ കഫാക്ക നിനക്ക് മതി അന്ത ബഹസ ഫിൽ അംസലത്തി ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ തന്നെ നീ ചിന്തിക്കുക, ഖലീലൻ അല്പം കൂടി ചിന്തിക്കുക. ഖുദ് ഉദാഹരണമായിട്ട് നീ പിടിച്ചോ, അൽ മിസാൽ അൽ അവ്വല ഒന്നാമത്തെ ഉദാഹരണത്തിനെ നീ പിടിച്ചോ, വഹ്റഫ് മിൻഹു എന്നിട്ട് ആ ഉദാഹരണത്തിൽ നിന്ന് നീ കളഞ്ഞോ അദാത്തൈ നഫി വൽ ഇസ്തിസ്ന നഫിയുടെയും ഇസ്തിസ്നയുടെയും അടയാളങ്ങളെ കളയുക. എങ്കിൽ തജിദ് നിനക്കെത്തിക്കാം അന്ന തഖ്സീസ നിശ്ചയം തഖ്സീസ് ഖദ് സാല മിൻഹു അത് ഇതിൽ നിന്നും ഒഴിവായിപ്പോയി പോയതായിട്ട് നിനക്ക് കാണാം. വക്കഅന്നഹു ലം യകുൻ എന്ന് മാത്രമല്ല വക്കഅന്നഹു അതായിപ്പോയതായിട്ട് നമുക്കതില്ലാത്തതുപോലെ ഉണ്ടാവും. ഇത് കാരണം എന്താ പറയുക, നീങ്ങുണ്ടാകുക യഫൂസുൽ മുജിദ്ദു പരിശ്രമിക്കുന്നവന് വിജയിക്കുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. ഇസ്തിസ്നി നഫിയും പോയാൽ കണ്ടില്ലേ. അപ്പോൾ തഖ്സീസ് കയ്യിൽ ഇല്ലാത്തതുപോലെ തന്നെ ആയി. ഇത് കാരണം ഇതൻ അപ്പോൾ അൻ നഫിയു അൽ ഇസ്തിസ്ന അപ്പോൾ ഇസ്തിസ്നയും നഫിയുമാണ് ഹുമ അത് രണ്ടുമാണ് വസീലത്ത് തഖ്സീസ് ഫീഹി നേരത്തെ പറഞ്ഞ പോലെ ആ കാര്യം മറ്റൊരു കാര്യത്തിനോട് പ്രത്യേകമാക്കി പറയാനുള്ള ആ തഖ്സീസിൻ്റെ വസീല മാർഗം അതേതായിരുന്നു, നഫീം ഇസ്തിസ്നീന്. അത് വന്നതുകൊണ്ടാണ് ആ തഖ്സീസ് അവർ കിട്ടിയത് എന്നർത്ഥം. വബി മിസ്ലിയാദിഹി ത്വരീഖത്തി അപ്പോൾ ഇതുപോലത്തൊരു വഴിയുണ്ട്, അതായത് നഫീ ഇസ്തിസ്ന കൊടുക്കുക കലാമിൽ. അതുകൊണ്ട് തസ്തത്തിയോ നിനക്ക് സാധിക്കുന്നതാണ് അൻ തുദ്രിക നിനക്ക് മനസ്സിലാക്കാം അന്ന വസാഇല തഖ്സീസ് ഫിൽ അംസലത്തി ബാഖിയത്തി അപ്പോൾ ഇതേപോലെ നീ ഒന്ന് മറ്റുള്ള ഉദാഹരണങ്ങളിലുള്ള ഇങ്ങനത്തെ സംഗതികൾ കളഞ്ഞാൽ അനക്കെന്ത് ചെയ്യാം, അവിടെ തഖ്സീസ് എന്തുകൊണ്ടാണ് കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നീ ചെയ്താൽ നിനക്ക് മനസ്സിലാക്കാം ബാക്കിയുള്ള ഉദാഹരണത്തിൽ തഖ്സീസിൻ്റെ വസീലകൾ എന്ന് പറയുന്നത് ഹിയാദി ഇന്നമ രണ്ടാമത്തോടത്ത് അൽ ഹയാത്തു താഴബുൻ അതിന് മുമ്പിലാണ് ഇപ്പോൾ ഇന്നമ വന്നത്. അപ്പോൾ ഇന്നമ കളഞ്ഞാൽ വെറും അൽ ഹയാത്തു താഴബുന്ന വരിക, അപ്പോൾ അവിടെ തഖ്സീസ് ഉണ്ടാവില്ല. അപ്പോൾ ഇന്നമ വരുന്നതുകൊണ്ടാണ് തഖ്സീസ് കിട്ടിയത് മനസ്സിലായി. വൽ അത്തുഫു ബില അടുത്തോടത്ത് അല്ലാതെ മുത്തഹരിക്കത്തുൻ എന്ന് മാത്രം പറയുമ്പോൾ തഖ്സീസ് ഉണ്ടാവില്ല. ലാ സാബിത്തുൻ എന്ന് പറയുമ്പോൾ എന്തുണ്ടായി, അവിടെ തഖ്സീസ് കിട്ടി. അപ്പോൾ അത്തുഫ് ബില ലാ കൊണ്ട് അത്തുഫ് വബൽ മറ്റോടത്ത് ബല്ലുകൊണ്ടും വലാക്കിൻ ലാക്കിനെ കൊണ്ടൊക്കെ അത്തുഫ് ചെയ്തു, അതാണ് അവിടെ കിട്ടിയത്. അതുപോലെ തന്നെ അവസാനത്തോടത്ത് തഖ്ദീമു മാ ഹഖു വതഖീറു അലർജിജാലിൽ അമലീങ്ങളായ ആണുങ്ങളുടെ മേൽ മാത്രം നുസ്ലി എന്നാണ് പറഞ്ഞ് ഞങ്ങൾ പുകഴ്ത്തുന്നു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ പിന്തൽ നിർബന്ധമായ ഒന്ന്, ശരിക്കും നുസ്നി അലൽ ആമിലീനൽ മുജിദ്ദി എന്ന വരണ്ടിയല്ലേ. പിന്തൽ നിർബന്ധമായ ഒന്നിനെ മുന്തിക്കുക, അപ്പോൾ എന്ത് കിട്ടും, തഖ്സീസ് കിട്ടും എന്നർത്ഥം. വയുസമ്മ ഉലമാ ഉൽ മആനി അപ്പോൾ മആനിയുടെ ഈ ബലാഗയുടെ പണ്ഡിതന്മാർ പേര് പറഞ്ഞു. യുസമ്മി ഉലമാ ഉൽ മആനിയുടെ ആളുകൾ പേര് പറഞ്ഞു തഖ്സീസ ഈ തഖ്സീസിനിക്ക്. എങ്ങനെ തഖ്സീസ് അൽ മുസ്തഫാദ ലഭിച്ചതായ മിൻ ആദിൽ വസായിലി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നഫീ ഇസ്തിസ്ന അല്ലെങ്കിൽ ഇന്നമ കൊണ്ട് ലാ ബൽ ലാക്കിൻ എന്നതുകൊണ്ട് അത്ഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്തൽ നിർബന്ധമായ ഒന്നിനെ മുന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങൾ സഹായിക്കുന്ന സാധനങ്ങൾ വഴി കിട്ടിയ ഈ തഖ്സീസിന് മആനിയുടെ ഉലമാക്കൾ പേര് പറഞ്ഞത് ബിൽ ഖസ്റു എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. വയുസമ്മൂനൽ വസായില നഫ്സഹ ഈ വസീലകളുണ്ടല്ലോ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ തൊട്ട് മുമ്പ് ചർച്ച ചെയ്ത വസീലകൾ ഈ തഖ്സീസ് തരുന്ന സാധനങ്ങൾ അതിനവർ പേര് വെച്ചു തുറുക്കൽ ഖസ്റിൻ്റെ വഴികളെന്നും അവൻ ചെയ്തു പേര് വെച്ചു. ഇനി യർജിഉ നീ മടങ്ങുക ഇലൽ അംസിലത്തി ഈ ഉദാഹരണങ്ങളിലേക്ക് തന്നെ മറത്തൻ ഉഖ്റ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ മടങ്ങിയാൽ വബഹത് ഫിഹ വാഹിദ ഓരോന്ന് നീ ചർച്ച ചെയ്താൽ തജിദ് നിനക്കെത്തിക്കാം അൽ മുത്തക്കല്ലിമിനെ ഫിൽ മിസാലിൽ അവലി ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഈ പറയുന്ന ആൾ യഖ്സുറുൽ ഫൗസ് അലൽ മുജിദ്ദി വിജയത്തെ മുജിദ്ദിൻ്റെ മേൽ ചുരുക്കുന്നു. അപ്പോൾ ഫൗസ് എന്നത് മഖ്സൂറാണ്, കാരണം വിജയത്തിനാണ് ചുരുക്കുന്നത്. അപ്പോൾ ചുരുക്കപ്പെടുന്നത് ഫൗസ് കണ്ടില്ലേ, അപ്പോൾ അത് മഖ്സൂർ ചുരുക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ പേര്. വൽ മുജിദ് എന്നുള്ളത് മഖ്സൂറിൻ അലയും, അപ്പോൾ എന്തിനെ ചുരുക്കുന്നു അത് മഖ്സൂറാണ്, എന്തിൻ്റെ മേൽ തഖ്സീസാക്കുന്നു അത് എന്ത് ചെയ്തു മഖ്സൂർ അലൈ. അപ്പോൾ ഇവിടെ
ഫൗസ് എന്നുള്ളതിനെയാണ് എന്ത് ചെയ്യുന്നത്, കസറാക്കുന്നത്. എന്തിൻ്റെ മേൽ കസറാക്കുന്നു? മുജിദിൻ്റെ മേൽ കസറാക്കുന്നത്, മുജിദിൻ്റെ മേൽ തഖ്സീസാക്കുന്നു. അപ്പോൾ ആ മുജിദിന് എന്ത് പേര് വന്നു? മഖ്സൂർ അലൈഹി. അപ്പം മഖ്സൂർ അലൈഹി വഹുമ, ഇത് രണ്ടും മഖ്സൂറും മഖ്സൂർ അലൈഹിയും ഇത് രണ്ടുമാണ് തുറുക്കൽ ഖസ്രി, കസറിൻ്റെ രണ്ട് തുറുക്കുകൾ എന്ന് പറയും. തൊറഫൽ ഖസ്രി, കസറിൻ്റെ രണ്ട് അറ്റങ്ങൾ, രണ്ട് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മഖ്സൂറും മഖ്സൂർ അലൈഹിയും. അതിൽ ഒന്നാമത്തെ ഉദാഹരണത്തിൽ അതേതായിരുന്നു? യഫൂസു എന്നിരുന്നു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ മുജിദ്ദാണ്. ഇനി രണ്ട് മഖ്സൂർ അലൈഹി മുജിദ്ദ. രണ്ടാമത്തോടത്തോ ഹയാത്താണ് മഖ്സൂർ, തഅബ് മഖ്സൂർ അലൈഹിയ. അടുത്തതോ അർദ് അല്ലേ, അത് മഖ്സൂറായിരുന്നു, മുത്തഹരിക്കത്ത് മഖ്സൂർ അലൈഹി. മറ്റൊരുത്ത അങ്ങനെ തന്നെ. അലരിജാൽ ആമിലി എന്നുള്ളത് മഖ്സൂർ അലൈഹി, നുസ്ലി എന്നുള്ളത് മഖ്സൂർ. അപ്പം അങ്ങനെ വലമ്മാക്കാനൽ ഫൗസു, ഇനി ഈ ഫൗസ് ആയപ്പോൾ സിഫത്ത് മിന സിഫാത്ത്, വിജയം എന്ന് പറയുന്നത് ഒരു വിശേഷനാണ്, ഒരു സിഫത്താണ്. അപ്പോൾ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്തായപ്പോൾ വൽ മുജിദ് എന്നത് വൽ മൗസൂഫ്, ഈ വിജയം കൊണ്ട്, വിജയം എന്ന് പറയുന്ന ഈ സംഗതി ലഭിച്ച ആളാണ് ഒരു മുജിദ്. അപ്പോൾ അത് മൗസൂഫാ, സിഫത്ത് കിട്ടിയ ആൾക്കാണല്ലോ മൗസൂഫ് എന്ന് പറയുക. അപ്പോൾ ഈ ഫൗസ് സിഫത്തുമാണ്. ഏത് സിഫത്ത്? നമ്മളെ ഈ നേരത്തെ മന്നൂത്തല്ലിട്ട് ഇവിടെ പറയണത് അതൊരു വിശേഷണം, ഒരു കാര്യം. അപ്പോൾ ആ കാര്യം കിട്ടിയത് അതാണ് മൗസൂഫ്, മുജിദ് അല്ലേ. അവിടെ വിജയം എന്ന് പറയുന്നതാണ് വിഷയം. ആ വിജയം ലഭിക്കുന്നതായിരിക്കണം മുജിദിന്. അപ്പോൾ അത് മൗസൂഫാണ്. ബിയാദസ് സിഫത്ത്, ഈ സിഫത്ത് കൊണ്ട് വിശേഷണം കിട്ടിയ ആളാണ്. ഖാനൽ ഖസൂർ, അപ്പോൾ ഇവിടെ ഖസർ, അപ്പോൾ ഇവിടെ ഒരു ഇനം പറയാണ്, ഖസറിൻ്റെ ഇനം. അപ്പോൾ ഇവിടെ ഖസർ ഫി ആദൽ മിസാൽ, ഈ ഉദാഹരണത്തിൽ ലാ യഫൂസു ഇല്ലൽ മുജിദ്ദു എന്നൊരിടത്ത് യഫൂസ് ഫൗസ് എന്നുള്ളത് ഒരു സിഫത്താണ്, മുജിദ് ആ വിശേഷണം കിട്ടുന്ന ആളാണ്. അപ്പോൾ അവിടെ ഖസർ എങ്ങനെ വരുന്നത്? ഖസറു സിഫത്തി അൽ മൗസൂഫ് ഉണ്ടല്ലേ, ഫൗസിനെയാണ് മുജിദിന് മേൽ ഖസറാക്കിയത്. അപ്പോൾ ഫൗസൻ സിഫത്തായതുകൊണ്ട് സിഫത്തിനെ ഖസറാക്കുന്നു, അൽ മുജിദ് മൗസൂഫിൻ്റെ മേൽ കണ്ടില്ലേ. അപ്പോൾ ഖസറു സിഫത്തി അലൽ മൗസൂഫി എന്ന ഇനത്തിലാണ് വരുന്നത്. ബിമാന ഒരർത്ഥത്തിന് എന്താണ്? അന്ന സിഫത്ത, ഈ സിഫത്ത് ലാ യതഅദ്ദൽ മൗസൂഫ, അത് ഈ മൗസൂഫിനെ വിട്ടു പോകില്ല, ഇല മൗസൂഫിൻ ആഖറ, വേറൊരു മൗസൂഫിലേക്ക് പോകില്ല എന്ന്. അപ്പോൾ സിഫത്തിൻ്റെ മൗസൂഫിൻ്റെ മേൽ കസറാക്കുന്നിടത്ത് അവിടെ ഈ സിഫത്ത് ഈ മൗസൂഫിനെ വിട്ട് എന്ത് ചെയ്യൂല, വേറൊരു വിശേഷണത്തിലേക്കും പോകൂല. തറാഹു, നിനക്ക് കാണാം, ഫിൽ മിസാലിൽ സാനി, രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഈ കസർ എന്ന് പറയുന്നത് യഖ്സുറുൽ ഹയാത്ത്, അവിടെ ഹയാത്തിനെ എന്താക്കാണ്? കസറാക്കുന്നു. അല തഅബി അല്ലേ, ഹയാത്തിനെ തഅബിൻ്റെ മേൽ കസറാക്കാണ്. ഫൽ ഹയാത്ത്, അപ്പോൾ ഹയാത്ത് മഖ്സൂറത്തുൻ, ഹയാത്തിന് മഖ്സൂർ, തഅബ് മഖ്സൂറുൻ അലൈഹിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. വലമ്മാ കാനത്തിൽ ഹയാത്ത് മൗസൂഫ, എന്നാൽ ഇവിടെ ഹയാത്ത് മഖ്സൂറയാണ്, തഅബ് മഖ്സൂറുൻ അലൈഹിയാണ്. പക്ഷേ ഹയാത്ത് ഇവിടെ മൗസൂഫാണ്, കാരണം വിശേഷണമല്ലല്ലോ. ജീവിതം എന്ന് പറയുന്നതിന് വിശേഷണം തഅബാണ്, കാരണം ക്ഷീണിക്കുന്നത് എന്നാണ്. അപ്പോൾ അതാണ് വിശേഷണം, ഹയാത്ത് മൗസൂഫാണ്. അപ്പോൾ ഹയാത്ത് മൗസൂഫത്തായപ്പോൾ തഅബ് സിഫത്തൻ, തഅബ് സിഫത്തുല്ലഹ, ആ ഹയാത്തുള്ള സിഫത്താണ്. അപ്പോൾ കാനൽ ഖസ്റു ഫീ മിസാലി, ഈ ഉദാഹരണത്തിൽ രണ്ടാമത്തോടത്തുള്ള ഉദാഹരണത്തിലുള്ള ഖസറിൻ്റെ പേര് ഖസ്റുൽ മൗസൂഫി അല സിഫത്തി. നേരത്തെ സിഫത്തിനെ മൗസൂഫിന് മേൽ കസറാക്കി, ഇവിടെ നേരെ തിരിച്ച് മൗസൂഫിനെ സിഫത്തിൻ്റെ മേൽ കസറാക്കി. ബിമാന, അപ്പോൾ അവിടെ എന്താ അർത്ഥം വരിക? മൗസൂഫിനെ സിഫത്തിൻ്റെ മേൽ കസറാക്കുമ്പോൾ ബിമാന ഒരർത്ഥത്തിന് അന്നൽ മൗസൂഫ, നിശ്ചയം മൗസൂഫ് എന്നുള്ളത് ഈ പറഞ്ഞ മൗസൂഫ് ലാ യുഫാരിഖു സിഫത്ത തഅബി, തഅബ് എന്ന സിഫത്തിനെ വിട്ടത് പോകൂല, ഇലാ സിഫത്തി റാഹത്തി, റാഹത്ത് എന്ന സിഫത്തിലേക്ക് പോകൂല. അല്ലോ, അപ്പോൾ നേരത്തെ ഈ സിഫത്തിയും മൗസൂഫിന് വിട്ട് കൊടുക്കും പോകില്ല എന്നാണ്. രണ്ടാമത്തോർത്തോ മൗസൂഫിന് സിഫത്തിന് മേലാകുമ്പോൾ ഈ മൗസൂഫ് ഈ സിഫത്തിനിട്ട് വേറെ സിഫത്തിലേക്ക് പോകില്ല എന്ന്. അപ്പോൾ അവിടെ എന്തർത്ഥമല്ല, വേറെ സിഫത്ത് ഒന്നാമത്തോർത്ത് സിഫത്തിനെ മൗസൂഫിൻ്റെ മേൽ കസറാക്കുന്നോർത്ത് ഈ സിഫത്ത് ഈ മൗസൂഫിനിട്ട് വേറെ കൊടുക്കുമ്പോൾ വേറെ മൗസൂഫിലേക്ക് പോകില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ വേറെ സിഫത്തില്ലാന്ന് വരുമോ? അങ്ങനെ വരില്ല. ഇനി ഇവിടെ ഈ മൗസൂഫ് ഈ സിഫത്തിനിട്ട് വേറെ സിഫത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ വേറെ മൗസൂഫിന് ഈ സിഫത്ത് ഉണ്ടാവും, ഈ മൗസൂഫിന് ഈ സിഫത്ത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ഇനി എന്താ പറഞ്ഞത് നമ്മൾ? വലോ അന്നക്ക തദബ്ബർത്ത, ഇനി നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ജമിയ അംസലത്തിൽ ഖസ്രി, ഈ ഖസ്റിൻ്റെ മുഴുവൻ ഇനങ്ങളെയും മദക്കറമിന്നവനവമാലം എതുക്കുർ, ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ എല്ലാം ലവജത്ത, നിനക്കെത്തിക്കാം കൊല്ല മിസാലിൻ, എല്ലാ ഉദാഹരണവും യഷ്തമിലും അത് ഉൾക്കൊള്ളുന്നു, അല മഖ്സൂരിൻ മഖ്സൂരി അലൈഹി അല്ലേ. പറഞ്ഞ രണ്ടെണ്ണം പറഞ്ഞു, ബാക്കി നോക്കിയാലൊക്കെ എന്തുണ്ടാവും? മഖ്സൂറുണ്ടാവും, മഖ്സൂർ അലൈഹി രണ്ടും ഉണ്ടാവും. വജത്തൽ കസ്റ, മാത്രമല്ല ഖസ്ർ അവിടെ ലാ യഖുലു അൻ ഹാലി മിൻ ഹാലൈനി സാബിഖൈനി, ഈ നേരത്തെ പറഞ്ഞ രണ്ടവസ്ഥയിലാണ് ഉണ്ടാവുക. ഏതാണത്? ഓ ഇമ്മ ഖസ്റുൻ സിഫത്തി അൽ മൗസൂഫി,
ഒന്നില്ലെങ്കിൽ സിഫത്തിന് മൗസൂഫിന് കസ്റിയ വൈമ കസ്ർ മൗസൂഫിന് അല്ലെ സിഫത്തി, അല്ലെങ്കിൽ മൗസൂഫിന് സിഫത്തിന് മേൽ, അല്ലെങ്കിൽ സിഫത്തിന് മൗസൂഫിന് മേൽ. ഈ രണ്ടവസ്ഥയെ തൊട്ട് അത് ഒഴിവാകുന്നില്ല എന്ന് മനസ്സിലാക്കാം. വൈദാ അറച്ച നീ ചിന്തിച്ചാൽ അന്താരിഫ മനസ്സിലാക്കാൻ ലവാബിത്തൻ ലവാബിത്ത തസ്ഹുലു അലൈക മാരിഫത്ത കുല്ലി മക്സൂർ മക്സൂർ അലൈഹി. ഇവിടെ പറഞ്ഞ ഈ ദബത്തുകളൊക്കെ മനസ്സിലാക്കിയാൽ എല്ലാ മക്സൂർ മക്സൂർ അലൈഹിയും നിനക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഫീ കുല്യമായ ഒരു അലൈക്ക് നിൻ്റെ മേൽ വരുന്ന എല്ലാത്തിലും ഫൽമുറിയിൽ കവായിദില്ലാത്തിയത്ത് ഈ താഴെ പറയുന്ന കായിക നോക്കുക, തെജിദാലിക്ക് മുഫസ്സല അത് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇനി കായികയാണ്. അപ്പോൾ കസറിനെ കുറിച്ചിട്ടുള്ള ഒരു ആഗമത്തെ ഡോട്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി ആ കായിക മനസ്സിലാക്കി ഒന്നുകൂടി വിശദമായി. അൽ കസുറു, ഈ കസറ് എന്ന് പറഞ്ഞാൽ തഖ്സീസു അംറിൻ, ഒരു കാര്യത്തെ പ്രത്യേകമാക്കുന്നു, ബി ആഹറ മറ്റൊരു കാര്യത്തിലൂടെ, ബി തൊരീഖ് മഖ്സൂസിൻ പ്രത്യേകമായ രീതിയിലൂടെ. അപ്പോൾ പ്രത്യേകമായ രീതിയിലൂടെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിന് പ്രത്യേകമാക്കുന്നതിനാണ് കസുർ എന്ന് പറയുക. ഇനി തുറുഖുൽ ഖസ്രി മഷ്ഹൂറത്തുൻ, ഖസറിൻ്റെ വഴികൾ അത് വളരെ പ്രസിദ്ധമായ വഴികൾ അർബഉൻ നാലെണ്ണാണ്. ഒന്ന് നഫിയു അൽ ഇസ്തിസ്ന, നഫിയും ഇസ്തിസ്നയാണ്. വഹുന, അപ്പോൾ അവിടെ യക്കൂനുൽ മഖ്സൂർ അലൈഹി ആകും മാ ബഅദ അദാത്തിൽ ഇസ്തിസ്ന, ഇസ്തിസ്നാൻ്റെ അദാത്തിന് ശേഷമുള്ളത്. അപ്പോൾ ഇവിടെ മാ യഫൂസ് ഇല്ലൽ മുജിദ്ദു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇല്ലൽ മുജിദ്ദു, ഈ മുജിദ്ദാണ് മഖ്സൂർ അലൈഹി, ഉറപ്പല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഈ ഹയാത്ത് അവിടേക്ക് മാറ്റി വയ്ക്കും. എവിടേക്ക്? മേലേക്ക് മാറ്റിയാൽ ലൽ ഹയാത്തു ഇല്ല തഅബുൻ ഉണ്ടോ? മഖ്സൂർ അലൈഹി എപ്പോഴും ഇല്ലയ്ക്ക് ശേഷം വരേണ്ടി നടത്തും. ഇനി ഇന്നമ, അടുത്ത ഖസറിൻ്റെ തുറുക്ക് എന്ന് പറഞ്ഞാൽ ഇന്നമയാണ്. അവിടെ യക്കൂനുൽ മഖ്സൂർ അലൈഹി മുഅഖറൻ വുജൂബ, നിർബന്ധമായും പിന്തി വരണം. ഇന്നമൽ ഹയാത്തു താബുൻ എന്നുള്ള മഖ്സൂർ അലൈഹി. അപ്പോൾ അതുപോലെ മഖ്സൂർ അലൈഹി എപ്പോഴും നിർബന്ധമായി പിന്തി വരണം, അതായിരിക്കും മഖ്സൂർ അലൈഹി. ഇനി മൂന്നാമത്തത് ഹത്തുഫ് ബില, ലാ കൊണ്ട് അത്തുഫ് ചെയ്യുക, ഔ ബൽ അല്ലെങ്കിൽ ബല്ല് കൊണ്ട്, ഔ ലാക്കിൻ അല്ലെങ്കിൽ ലാക്കിൻ കൊണ്ട് അത്തുഫ് ചെയ്യുക. ഇതാണ് അടുത്ത ഒരു തുറുക്ക്. ഇനി വൈൻകാൻ അത്തുഫ് ബില്ല, അവിടെ ശ്രദ്ധിക്കണം, ലാ കൊണ്ടാണ് നമ്മൾ അത്തുഫ് ചെയ്യുന്നതെങ്കിൽ കാനൽ മഖ്സൂർ അലൈഹി, മഖ്സൂർ അലൈഹി ആയിരിക്കും മുഖാബല ലിമാ ബഅദഹ, ഈ ലാക്ക് ശേഷമുള്ളതിൻ്റെ മുഖാബല, ലാ സാബിത്തുന്ന ശേഷമുള്ളത്. അപ്പോൾ അതിന് നേരെ മുഖാബല അതാ മുത്തഹരീക്കത്തുന്നല്ലേ, അതായിരിക്കും അത് മഖ്സൂർ അലൈഹി. ഇനി വൈൻകാൻ അത്തുഫ് ബി ബൽ വ ലാക്കിൻ, ഇനി ബല്ല് കൊണ്ട് ലാക്കിൻ കൊണ്ടാണ് അത്തുഫെങ്കിലോ കാനൽ മഖ്സൂർ അലൈഹി മാ ബഅദഹുമ, ബല്ലിന് ശേഷം ലാക്കിന് ശേഷമുള്ളതായിരിക്കും മഖ്സൂർ അലൈഹി. കണ്ടില്ലേ? ലാ കൊണ്ടാകുമ്പോൾ അതിനും തൊട്ട് മുമ്പുള്ളത്, അതായത് ലാക്ക് ശേഷമുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളതായിരിക്കും. ബല്ലും ലാക്കിനാകുമ്പോൾ അതിന് ശേഷമുള്ള സാധനമായിരിക്കും മഖ്സൂർ അലൈഹി. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം എന്നർത്ഥം, ഉദാഹരണങ്ങൾ വെച്ച് എഴുതുമ്പോൾ. ഇനി നാലാമത്തെ തുറുക്ക്, നാലെണ്ണമല്ലല്ലോ, മൂന്നെണ്ണം പറഞ്ഞു. നാലാമത്തെ തുറുക്ക് തഖ്ദീമുമാ ഹഖ്വ തഅഖീറു, പിന്തൽ അവകാശപ്പെട്ട ഒന്നിനെ മുന്തിച്ചു കൊണ്ടുവരിക. അപ്പോൾ അതും കസറിനെ ഫലം ചെയ്യിപ്പിക്കും. വഹുന, അവിടെ യക്സൂറുൽ മഖ്സൂർ അലൈഹി വൽ മുഖദ്ദം, അപ്പോൾ മഖ്സൂർ അലൈഹി അതേക്കാരം മുന്തിക്കപ്പെട്ടതായിരിക്കും. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, അൽ മുജിദ്ദീൻ്റെ ആമിലീൻ, അതാണ് മഖ്സൂർ അലൈഹി വരിക എന്നർത്ഥം. ഇനി ലികുല്ലി ഖസ്റിൻ തൊറഫാനി, എല്ലാ ഖസ്റിനും രണ്ട് തൊറഫാണുള്ളത്. ഒന്ന് മഖ്സൂറും മഖ്സൂർ അലൈഹിം, അതാണ് നമ്മൾ പറഞ്ഞത്. യൻഖസിമുൽ ഖസ്ർ ബിഇതിബാരി തൊറഫൈഹി ഖിസ്മൈൻ, ഈ രണ്ട് തൊറഫുകൾ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും? രണ്ട് ഇനായിട്ട് എന്ത് മാറും? ഖസ്ർ മാറും. ഒന്ന് ഖസ്ർ സിഫത്തി അൽ മൗസൂഫി, രണ്ട് ഖസ്ർ മൗസൂഫി അൽ സിഫത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതോടുകൂടി പാഠം തീർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പഠിക്കുക, വർക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.